നാം ഒന്നിച്ച് ഈ വചനത്തിലേക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു വാതില് അടഞ്ഞു കിടക്കുന്നു. പ്രൈസ് ഗോഡ്. അതിൻ്റെ കട്ടളക്കാൽമേലും കുറുമ്പടി മേലും ഒരു സീലുണ്ട്. ആ സീൽ ഏതാണെന്നറിയാമോ? കുഞ്ഞാടിന്റെ രക്തത്താലുള്ള സീല്. ഈസോപ്പ് ചെടിയുടെ 22-ാം വാക്യം വായിച്ചേ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി ആ രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടി മേലും തേക്കണം. പ്രൈസ് ഗോഡ്. ഗുണമെന്നറിയാമോ? അർദ്ധരാത്രി മിസ്രൈമിലെ തെരുവീതികളിൽ കൂടെ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ വാതിലുകൾ ഒഴിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവന്റെ ആ പദവി ഒന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയാമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമേ, നിനക്കെതിരായി വരുന്ന സകല സംഹാര ദൂതന്റെ പ്രവൃത്തികളെയും തടുത്തു നിർത്തുവാൻ തക്കവണ്ണം യേശുവിന്റെ രക്തം കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു പോകും. ഇതാണ് രക്ഷിക്കപ്പെട്ടവർ സമാധാനമായി ജീവിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് അവർ സന്തോഷമായി ജീവിക്കാനുള്ള കാരണം അവർക്ക് ജീവിതത്തിൽ ഭയമില്ല. കാരണം ദൈവത്തിന്റെ സ്തോത്രം, യേശുവിന്റെ രക്തം അവർക്ക് കോട്ടയാണ്. ആമേൻ. ദൈവത്തെ സ്തോത്രം. ഇത് പ്രാക്ടിക്കൽ ആക്കിയാലേ ഫലമുള്ളൂ കേട്ടോ. ഇതൊരു വിശ്വാസത്തിൽ തലയിലിരിക്കുന്ന കാര്യമല്ല, അത് ഹൃദയത്തിലേക്ക് കയറണം. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മുമ്പിൽ പിന്നെയും നീ ഉറച്ചു നിൽക്കുവാൻ അത് നിന്നെ പ്രാപ്തനാക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വാതില് അടച്ച് സന്ധ്യാസമയത്ത് അടച്ചതാ വാതില്. ഇനി അത് തുറക്കുന്നത് പിറ്റേ ദിവസമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 2 സൈസ് അടയ്ക്കലുണ്ട് വാതില്. ഒരടയ്ക്കൽ എങ്ങനത്തെയാണെന്നറിയാമോ? ഇതെപ്പോഴാ തുറക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത അടയ്ക്കല്. എന്നാൽ ഈ അടച്ചിരിക്കുന്നതിന് എത്ര ദിവസം അടയ്ക്കുന്നറിയാമോ? 12 മണിക്കൂറേ ആയുസുള്ളൂ. പിറ്റേന്നാൾ നേരം വെളുക്കുന്നത് വരെ ആരും പുറത്തിറങ്ങരുത്. നേരം വെളുക്കുമ്പം പുറത്തിറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഇനി പിറ്റേന്നാൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവരകത്തായിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ പിറ്റേന്നാൾ അവർക്ക് വരാൻ പോകുന്ന നന്മയെക്കുറിച്ച് ഏതാണ്ടൊരു രൂപം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ 430 വർഷമായിട്ട് മിസ്രൈമിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 1 വേഴ്സ് 7. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇനി എന്നാ കുഴപ്പം? ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സമ്പന്നരായി പെരുകി വർദ്ധിച്ചു ബലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ എനിക്ക് മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവം അവന് കൊടുത്ത പദവിയിലേക്ക് എൻ്റെ ഓർമ്മ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. അപ്പോൾ പെരുകി നിറഞ്ഞ് അടക്കി വാഴുവാൻ കൽപ്പിച്ചു. അപ്പൊ അതിനകത്ത് ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നിട്ടുണ്ട്. എന്തൊക്കെ നടന്നിട്ടുണ്ട്? 1:7 നോക്കി. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഒരു കാര്യം മാത്രം നടന്നിട്ടില്ല. എന്താണെന്നറിയാമോ? വാഴാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് അവർ വാഴേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ 430 വർഷമായിട്ട് ഫറവോൻ അവന്റെ മേൽ വാഴുകയാണ്. ഇന്ന് രാത്രി ദൈവത്തെ സ്തോത്രം, ഇത് കേൾക്കുമ്പം ഇത് എൻ്റെ ജീവിതത്തെ കുറിച്ചാണല്ലോ പറയുന്നത് എന്ന ഒരു ചിന്ത ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ മാസത്തിൽ ഒരു കച്ചവടക്കാരനുമായിട്ട് സംസാരിച്ചു. ഹോട്ടലുകാരന്. അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? 4
ചാക്ക് മൈദയുടെ പൊറോട്ട അവിടെ അടിക്കും ഒരു ദിവസം. 4 ചാക്ക് മൈദയുടെ പൊറോട്ട ഒരു ദിവസം അടിക്കും. പ്രൈസ് ദി ലോർഡ്. 200 ചിക്കൻ ജീവനോട് അതിനകത്ത് കയറും, വറുത്ത് പൊരിച്ച് പ്ലേറ്റിൽ വരും ഒരു ദിവസം. 200 കോഴി. ഹല്ലേലൂയ. വൈകുന്നേരം ആകുമ്പോൾ കളക്ഷൻ ഈസ് അറൗണ്ട് 15,000 to 20,000. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അയാളോട് പറഞ്ഞറിയാമോ, എപ്പോഴാ ആത്മഹത്യ ചെയ്യണമെന്ന് ഓർത്തിരിക്കുക. പ്രൈസ് ഗോഡ്. വൈകുന്നേരമാകുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, 5 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് 2-3 ആളുകൾ സൈക്കിളേ വരും. ഡെയിലി കളക്ഷൻ. മേടിച്ചതാട്ടോ കളക്ട് തിരിച്ചു കൊടുക്കേണ്ടത്. പറക്കിക്കൊണ്ടുപോകും. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്. ഇത്രയും ചെലവുണ്ടായിട്ടും, ഇത്രയും കച്ചവടം നടന്നിട്ടും, ഇത്രയും രൂപ പെട്ടിയിൽ വീണിട്ടും പിറ്റേന്നാൾ മൈദ മേടിക്കാൻ ഞാൻ കടം പറയേണ്ടി വരുന്നു. മുഴുവൻ പറക്കിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. കച്ചവടം ഇല്ലാഞ്ഞിട്ടാണോ? കാശ് കിട്ടാഞ്ഞിട്ടാണോ? ഉണ്ടാക്കാഞ്ഞിട്ടാണോ? പക്ഷെ പ്രയോജനപ്പെടുന്നില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ജോലി ചെയ്യുന്നുണ്ട്, കാശ് വരുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്, പണം വരുന്നുണ്ട്, മക്കൾ വിദേശത്തുണ്ട്, NRI അക്കൗണ്ടിൽ കാശ് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കോൺട്രാക്റ്റുകൾ, കച്ചവടങ്ങൾ, പണിയെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ പ്രൈസ് ദി ലോർഡ്, ഇതൊന്നും പ്രയോജനപ്പെടുന്നില്ല. വാഴുന്നത് ബാങ്കുകാരനും ഡെയിലി ചിട്ടിക്കാരനും അവരും ഇവരും നിന്നെ വാണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ഈ വചനം, ഈ ആലോചന നിന്നോടാണ്. പ്രൈസ് ഗോഡ്. നിന്റെ പ്രയത്ന ഫലങ്ങൾ ഇങ്ങനെ നഷ്ടമാകാനുള്ളതല്ല. ഇന്ന് രാത്രി ഇതുപോലെയാണ് നിന്റെ അവസ്ഥയെങ്കിൽ ഇതിന് മാറ്റം വന്നേ പറ്റൂ. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഞങ്ങൾ ഇന്ന് ദാസന്മാർ, നീ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ഈ ദേശത്ത് തന്നെ. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഫലവും ഗുണവും അനുഭവിപ്പാൻ കൊടുത്ത ദേശത്ത് ഞങ്ങൾ സർവൻസ് ആണെന്ന്.